ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദൈവസന്നിധിയിൽ സൗഖ്യത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണവും തളർച്ചയും വേദനയും രോഗാവസ്ഥയെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ആരൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുവോ അവരോടെല്ലാം കർത്താവ് കരുണ കാണിച്ച് സൗഖ്യം നൽകി. അന്ധർക്ക് കാഴ്ച നൽകി, ഊമർക്ക് സംസാരിക്കാനുള്ള ശേഷി നൽകി. ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന് നാം അറിയുക. ഇന്ന് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം അവസരം നൽകിയ, ഈ പ്രാർത്ഥനയിലൂടെ അവസരം നൽകിയ ഓരോ നിമിഷത്തെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. ഇന്നത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ആയിരിക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ കാരണമാണ് പ്രാർത്ഥന എന്നത്. ദൈവവുമായി ഒന്നാകാനുള്ള അവസരമാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങൾ സാധിക്കാനുണ്ടോ അതും പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. എല്ലാറ്റിലും ഉപരി പ്രാർത്ഥന എന്നാൽ ദൈവത്തോട് ഒന്നായിരിക്കുക. ദൈവത്തോട് നാം ഒന്നാകുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളെ അത് ദൈവത്തിൻ്റെ ആവശ്യങ്ങളായി മാറും. ദൈവമാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അതിനാൽ ഇന്ന് ഈ പ്രഭാത പ്രാർത്ഥനയിലൂടെ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് തുറക്കുക, ദൈവത്തോടൊന്നാകാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക, അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കാൻ പ്രാർത്ഥിക്കുക. ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ, നിങ്ങളുടെ യാത്രകളെ, നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക. ദൈവകരങ്ങളിൽ നിങ്ങൾ വിശ്വാസത്തോടെ ഏൽപ്പിച്ച ഒരു കാര്യം, അവിടെ സൗഖ്യമുണ്ടാകും, വിടുതലുണ്ടാകും, രക്ഷയുണ്ടാകും, സമാധാനമുണ്ടാകും, സന്തോഷമുണ്ടാകും, സമൃദ്ധിയുണ്ടാകും. അതിനാൽ ദൈവത്തിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും രോഗാവസ്ഥയ്ക്ക് പരിപൂർണ സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കുക. ആശുപത്രിയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. വീടുകളിലും മറ്റ് സ്ഥലങ്ങളിലും രോഗം ബാധിച്ച് ആരും നോക്കാനില്ലാത്തവർക്ക് വേണ്ടി, പണം ചിലവാക്കാനില്ലാത്തവർക്ക് വേണ്ടി എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികൾക്കും ഇന്ന് അത്ഭുത സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ നിങ്ങളുടെ നിയോഗങ്ങളെയും സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ, ദാവീദിന്റെ പുത്ര, ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു. അവരുടെ കണ്ണുകൾ തുറന്നു. ഇത് ആരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു. എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് നിന്റെ സന്നിധിയിൽ സൗഖ്യത്തിനു വേണ്ടി കടന്നു വന്നിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഇപ്പോൾ ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ രോഗാവസ്ഥയിൽ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. അന്ധന് കാഴ്ച കൊടുത്ത കർത്താവേ, നിനക്ക് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഇന്ന് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ, ഇന്നത്തെ ഞങ്ങൾക്ക് ഏറ്റവും പ്രയാസകരമായ ചില കാര്യങ്ങൾ അത് ചെയ്തു തീർക്കാൻ
നിന്റെ സഹായത്തിനു വേണ്ടി ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ പോകുന്ന കാര്യങ്ങൾ വിജയിക്കുന്നതിന് നിന്റെ സഹായം തേടുന്നു. ഇന്നത്തെ ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ ഇൻ്റർവ്യൂ, പരീക്ഷ എല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, തക്ക സമയത്ത് നീ ഇടപെടുന്ന ദൈവമാണ്. അന്ധർക്ക് കാഴ്ച നൽകിയ ദൈവമേ, ഇന്ന് ആത്മീയ അന്ധത ബാധിച്ച ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ കാഴ്ച തന്ന് ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അന്തരാത്മാവിനും സൗഖ്യം നൽകി ഞങ്ങളെ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളെ കേൾക്കുന്നവരെ സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഞങ്ങളുടെ വാക്കുകളെയും പ്രവർത്തനങ്ങളെയും ചിന്തകളെയും നിന്റെ നിയന്ത്രണത്തിനു വേണ്ടി ഞാൻ പൂർണ്ണമായി വിട്ടുതരുന്നു. ദൈവമേ, ഞാൻ എന്താണെന്ന് സംസാരിക്കേണ്ടത് നിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ സന്നിധിയിൽ ഇന്ന് പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ മക്കളുടെ ഓരോ ആവശ്യങ്ങളുടെ മേലും ഇന്ന് നീ ഇടപെട്ട് സഹായിക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനയിൽ എല്ലാ രോഗികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നി രോഗികളെ സൗഖ്യപ്പെടുത്തണമേ. കർത്താവെ, വൈദ്യ ചികിത്സ കൈവിട്ട രോഗികൾക്ക്, ആരും നോക്കാനില്ലാത്തവർക്ക്, മനസ്സുകൊണ്ട് ഒത്തിരി വേദനിച്ച് ദുഃഖിച്ച് കഴിയുന്ന രോഗികൾക്ക്, രോഗത്തിന് പണം ചെലവാക്കാൻ കയ്യിൽ പണമില്ലാത്ത രോഗികൾക്ക്, രോഗാവസ്ഥയിലായിട്ടും വീട്ടുകാരോ മറ്റ് പ്രിയപ്പെട്ടവരോ നോക്കാൻ ആളില്ലാത്ത രോഗികൾ, ഇവർക്കെല്ലാം വേണ്ടി ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനേക വർഷങ്ങളായി മരുന്ന് കഴിക്കുന്ന രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഈ രോഗത്തിന് നിന്നിൽ സൗഖ്യമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസം നിന്റെ അത്ഭുത കരങ്ങൾ സ്പർശിച്ച് ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ദിവസം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ദിവസമാക്കി മാറ്റണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ഞങ്ങൾ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ വർഷം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിനും ഇത്ര നാൾ നീട്ടിവെച്ച കാര്യങ്ങൾ അത് തീർത്ത് എടുക്കുന്നതിന് നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. കർത്താവേ, ചെയ്തു തീർക്കാനുള്ള ഞങ്ങളുടെ ജോലികൾ അത് തീർക്കുന്നിടം വരെ പൂർണ്ണ ശ്രദ്ധയോടുകൂടെ ഞങ്ങളുടെ ശ്രദ്ധ അതിന്മേൽ മാത്രം കേന്ദ്രീകരിച്ച് അത് തീർക്കുന്നിടം വരെ മറ്റൊന്നിലും വ്യാപരിക്കാതെ ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഞങ്ങളുടെ ജോലി ചെയ്തു തീർക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വന്തം ഭവനം എന്ന ഒരു വലിയ അനുഗ്രഹത്തിനു വേണ്ടി, ആ അനുഗ്രഹം സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ദുഃഖിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി കർത്താവെ, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും നീ അനുഗ്രഹിക്കണമേ. ഇവരിൽ ജോലിയില്ലാതെ വരുമാന മാർഗം നിലച്ചു പോയവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് ഇവരുടെ പഠനത്തിനനുസരിച്ച് അനുയോജ്യമായ ജോലി, നല്ല ശമ്പളത്തോടു കൂടിയ സമാധാനപരമായി ജോലി ചെയ്യാനുള്ള അവസ്ഥയും സാഹചര്യവും നൽകി ഇവരെ നല്ലൊരു ജോലിയിൽ പ്രവേശിപ്പിക്കണമേ. കർത്താവെ, നിനക്കെല്ലാം സാധ്യമാണ്. കർത്താവെ, ജോലിക്കുള്ള എല്ലാ തടസ്സങ്ങളും നീ എടുത്തു മാറ്റി ജോലി മേഖലയെ നീ അനുഗ്രഹിക്കണമേ. ഈ മക്കളുടെ സാമ്പത്തിക തകർച്ചകളിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ. കർത്താവെ, അനേകർ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ വേദനിക്കുന്നുണ്ട്. അനേകർ ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ കഴിയുന്നുണ്ട്. ഈ ജനുവരി മുതൽ ചില മക്കൾക്ക് ജോലി നഷ്ടപ്പെടും എന്ന മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നതിനാൽ ഒത്തിരി നിരാശയിലും ദുഃഖത്തിലും കഴിയുന്ന ഇവർക്ക് നിന്റെ കരം നീട്ടി അവരുടെ ജീവിത മാർഗത്തെ നീ തടസ്സം കൂടാതെ നീ നോക്കണമേ, നീ കാത്തു പരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ മക്കളുടെ ജീവിതത്തിലെ ചില
അരക്ഷിതാവസ്ഥയെ ഞാൻ സമർപ്പിക്കുന്നു. ചില വേദനകളെ, ആരോടും പറയാൻ പറ്റാത്ത വേദനകളെ, നിസ്സഹായതയെ, നിരാശയെ നിനക്ക് തരുന്നു. ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമായ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിവസമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് എല്ലാം കൊണ്ടും സമാധാനവും സന്തോഷവും നൽകണമേ. ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സമൃദ്ധി നൽകി ഒന്നിനും കുറവില്ലാത്തവരായി ഞങ്ങൾ കാണപ്പെടുന്നതിന്, ഞങ്ങൾക്കാവശ്യമായ, ഞങ്ങൾക്ക് കുറവുള്ള മേഖലയിൽ കർത്താവെ നിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ് ഞങ്ങളെ നിറവുള്ളവരാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ മക്കളായ ഞങ്ങൾ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങളെ മറ്റുള്ളവർ കാണാൻ നീ അനുവദിക്കരുതേ. കർത്താവേ, ഞങ്ങൾ നിൻ്റെ മക്കളാണ്. നീ ഞങ്ങളുടെ പിതാവായ ദൈവമാണ്. അതിനാൽ നിൻ്റെ മക്കൾ ഒന്നുമില്ലാത്തവരായി മറ്റുള്ളവർ കാണാൻ നീ അനുവദിക്കരുതേ. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും സമൃദ്ധി നൽകി, സമാധാനവും സന്തോഷവും നൽകി, ദുഃഖം കലരാത്ത സമ്പത്ത് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്നുവരെ ഞങ്ങളെ സഹായിച്ച ഓരോരുത്തർക്കു വേണ്ടിയും ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർക്ക് എപ്പോഴും സമൃദ്ധി നൽകി ഒന്നിനും കുറവില്ലാത്തവരായി അവരെ നീ പരിപാലിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകണമേ. എല്ലാ അപകടങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, ദൈവമേ, അക്രമങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ പ്രത്യേകം കാത്തു സൂക്ഷിക്കണമേ. ഇന്നത്തെ ദിവസം സുരക്ഷിതരായി തിരികെ ഭവനത്തിലെത്താൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ദൈവമേ, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, അങ്ങേക്ക് എല്ലാ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തന്ന് നിങ്ങളെ എല്ലാ മേഖലയിലും അനുഗ്രഹിച്ച് സംരക്ഷിച്ച് ആശീർവദിച്ച് എല്ലാ മേഖലയിലും നിറവുള്ളവരാക്കി മാറ്റട്ടെ. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഭംഗം വരാതെ കർത്താവ് ഇന്ന് നിങ്ങളെ കാത്ത് സംരക്ഷിക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങൾ ചോദിക്കുന്നതെന്തും കർത്താവ് ഇന്ന് നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ സമാധാനവും സന്തോഷവും ഇന്ന് നിലനിർത്താൻ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പോക്കിലും വരവിലും അവിടുന്ന് കൂടെയിരുന്ന് സകല ആപത്തുകളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നിങ്ങളെ ഇന്ന് കാത്ത് സംരക്ഷിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.